ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫുട്വെയറുകളുടെ കാര്യത്തിൽ ഇനി ഒരൊറ്റ ചോയ്സ്, ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്. പാരമ്പര്യത്തിനൊത്ത മഹിമയുമായി നീണ്ടോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ലോകരക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്മസ് കൂടി നമ്മെ സമീപിച്ചിരിക്കുകയാണ്. എന്തിനും ഏതിനും ആഘോഷങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്മസ് ആഘോഷത്തിന് എന്താണ് പ്രസക്തി എന്നൊരു ചോദ്യം സാധാരണ ഉണ്ടാകാറുള്ളതാണ്. എന്താണ് ക്രിസ്മസ്? എന്തിനാണ് ക്രിസ്മസ് ആഘോഷിക്കുക? ക്രിസ്തുവിൻ്റെ ജനനം, ആ ഓർമ്മ നമ്മൾ പുതുക്കുകയാണ്. അങ്ങനെ പുതുക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തിനാണ് അത് ഓർമ്മപ്പെടുത്തുക എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമെന്ന് പറയുന്നത്, മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനുമൊക്കെ എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് നമ്മൾ ചിന്തിക്കും. അതിൻ്റെ അടിസ്ഥാന കാരണം മറ്റൊന്നുമല്ല, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ നമ്മൾ കേൾക്കുന്നതാണ്. അത് മനുഷ്യൻ്റെ അന്തസ്സിന് കാരണം ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതായത് മനുഷ്യൻ ജനിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആണ് എന്നത് തന്നെയാണ്. ആ അവസരത്തിൽ ഇങ്ങനൊരു ചിന്തയിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അവൻ്റെ പ്രഥമമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും അവൻ്റെ സ്വഭാവവും ഈ ലോകത്തിന് കാട്ടിക്കൊടുക്കുക എന്നുള്ള ഒരു ധർമ്മമാണ്. അതിന് വീഴ്ച വരുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും ക്രിസ്മസ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനായിട്ട് ഇവിടെ അവതരിച്ചപ്പോൾ ലോകത്തെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ രക്ഷിക്കാനായിട്ട് അവൻ ജനിച്ചപ്പോൾ ജനം, ലോകം പാപത്തിലേക്ക് വീണ്ടും വീണ്ടും പോകുന്നു എന്ന് പിതാവായ ദൈവം കണ്ടപ്പോൾ തൻ്റെ ഛായയും സാദൃശ്യവും എന്താണ് എന്ന് ഒരിക്കൽ കൂടി കാണിക്കുവാൻ മനുഷ്യന്റെ അതേ രൂപത്തിൽ തന്നെ അവൻ ജനിക്കേണ്ടതുണ്ട് എന്ന് പിതാവായ ദൈവം മനസ്സിലാക്കിയപ്പോൾ അവനെ മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ അവൻ മനുഷ്യൻ. ബേത്ലഹേമിൽ ജനിച്ച അവൻ, അപ്പത്തിന്റെ ഭവനത്തിൽ ജനിച്ച അവൻ അപ്പമായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് മാറുന്നതാണല്ലോ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ ലോകത്തിന് കാട്ടിക്കൊടുക്കുവാനായിട്ട് എപ്പോഴൊക്കെ നമുക്ക് പരാജയപ്പെടുന്നുണ്ടോ അപ്പോഴൊക്കെ ക്രിസ്തു നമ്മളുടെ ജീവിതത്തിലൂടെ അല്ല ഈ ലോകത്ത് വീണ്ടും വീണ്ടും അവതരിക്കേണ്ടതുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ മുഖം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ മുഖം എന്ന് പറയുന്നത്, അത് സ്നേഹത്തിന്റെ മുഖമാണ്, ക്ഷമയുടെ മുഖമാണ്, സഹിഷ്ണുതയുടെ മുഖമാണ്, വിട്ടുകൊടുക്കലിന്റെ മുഖമാണ്, കരുണയുടെ മുഖമാണ്. എവിടെയൊക്കെയാണോ ഈ യാഥാർത്ഥ്യങ്ങൾ ലോകത്ത് മിസ് ചെയ്യുന്നത് അവിടെയൊക്കെ നമ്മൾ സ്നേഹത്തിന്റെ മുഖമായി മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ അവതരിക്കുക. കരുണയുടെയും സഹിഷ്ണുതയുടെയും വിട്ടുകൊടുക്കലിന്റെയും മുഖമായിട്ട് നമ്മൾ അവതരിക്കുമ്പോഴാണ് ക്രിസ്മസ് ആഘോഷം പൂർത്തിയാവുക. ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ സ്നേഹത്തിന്റെ ജനനമാണ്, സഹിഷ്ണുതയുടെയും കരുണയുടെയും ഒക്കെ ജനനമാണ്. അതില്ലാതാകുന്ന ഒരു ലോകത്ത് ക്രൈസ്തവരായ നമ്മൾ അല്ല, എല്ലാ ജനതകൾക്കും വേണ്ടി അവൻ വന്നു പിറന്നതുകൊണ്ട് എല്ലാവരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്നേഹമായി മാറുക, കരുണയായി മാറുക, സഹിഷ്ണുതയായി മാറുക എന്നുള്ളതാണ്. ആ രീതിയിൽ എവിടെയൊക്കെ സ്നേഹം ജനിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ക്രിസ്മസ് ആണ്. എവിടെയൊക്കെ ക്ഷമിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ അവിടെയൊക്കെ ക്രിസ്തു ജനിക്കുന്നുണ്ട്. എവിടെയൊക്കെ കരുണ കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ അവിടെയൊക്കെയും ക്രിസ്തു ജനിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് സാധിക്കുന്നു. ആണ്ടിലൊരിക്കൽ മാത്രം ആഘോഷിക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ല ക്രിസ്മസ്. മറിച്ചത് ജീവിതത്തിലുടനീളം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ആർക്കും ഒന്നിനും സമയമില്ലാത്തൊരു കാലഘട്ടത്തിൽ സ്നേഹമായി, ക്ഷമയായി, കരുണയായി, സഹിഷ്ണുതയായി നമ്മൾ നമ്മളുടെ ജീവിതത്തെ അവതരിപ്പിക്കുമ്പോൾ അവിടെയെല്ലാം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷ്യം നമ്മിലൂടെയാണ് ഇന്ന് പൂർത്തിയാകേണ്ടത്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രബിന്ദു എന്നത് ക്രിസ്തുവിന്റെ ഉത്ഥാനമാണെങ്കിലും മനുഷ്യനേറെ ആഘോഷിക്കുന്നത്, ഉല്ലാസത്തോടെ ആഘോഷിക്കുന്നത് ക്രിസ്മസാണ്. കാരണം അതിൻ്റെ ആഡംബരങ്ങളും
ആഘോഷത്തിന്റെ തോതുമൊക്കെ വളരെ കൂടുതലാണ്. നിറപ്പകിട്ടാർന്ന നക്ഷത്രങ്ങളും എല്ലാമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന രാവുകളും ഒക്കെയായിട്ട് സ്വർഗത്തിലെ മാലാഖ വൃന്ദങ്ങളെ പോലെ പാട്ടുപാടുന്ന ഗായക സംഘങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും ചിന്തയിൽ ക്രിസ്മസ് എന്ന് പറയുന്നതിന് പലതരത്തിലുള്ളതായ അർത്ഥങ്ങൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിലെ പുതിയ തലമുറയിൽ ചിലർക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അത് സാന്താക്ലോസിന്റെ ജന്മദിനമാണെന്ന് പോലും തെറ്റിദ്ധരിച്ചു പോയ തലമുറയുണ്ട് നമുക്ക് ചുറ്റും. അത് ക്രിസ്തുവിന്റെ ജനനമാണ് എന്ന് വിചാരിക്കുന്നവർ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ തന്നെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഉള്ളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നവരുടെ ഉള്ളില് ഹിറ്റ്ലറുടെ ജന്മദിനം ആഘോഷിക്കുന്നവന്റെ ഉള്ളിൽ ഒരു ഹിറ്റ്ലർ ഉറങ്ങിക്കിടപ്പുണ്ട് എന്ന് പറയുന്നത് പോലെ വേറെ സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു ക്രിസ്തു ഉറങ്ങിക്കിടപ്പുണ്ട്. ആ ക്രിസ്തുവിനെ ലോക സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് ക്രിസ്മസ് ആഘോഷത്തിലൂടെ ഓരോരുത്തരും ഓർത്തെടുക്കേണ്ട കാര്യം. മഹാത്മാഗാന്ധി ക്രിസ്മസിനെ പറ്റി പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം ഇങ്ങനെയാണ്: ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു കൈയിൽ മദ്യക്കുപ്പിയും മറുകൈയിൽ മാംസപ്പൊതിയുമായി നീങ്ങുന്ന ക്രിസ്ത്യാനിയുടെ ചിത്രമാണ് എന്നാണ് ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു വെച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ചിലർക്കത് സാന്താക്ലോസിന്റെ ജനനദിനമാണ്, ചിലർക്ക് ആഘോഷങ്ങളിൽ ഒന്നു മാത്രമാണ്. പക്ഷേ ലോകത്തെ രക്ഷിക്കാൻ വന്ന ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ശരിയാകാതെ വന്ന ദൈവം ഒരിക്കൽ കൂടി തന്റെ ഛായയും സാദൃശ്യവും കാട്ടിക്കൊടുക്കുവാൻ തന്റെ തിരുക്കുമാരനെ തന്നെ ഈ ലോകത്തിലേക്ക് മനുഷ്യന്റെ അതേ ഛായയിലും സാദൃശ്യത്തിലും ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടു. അവനെ കണ്ടുകൊണ്ട് ലോകം മുമ്പോട്ട് നടക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ബേത്ലഹേമിൽ അപ്പത്തിന്റെ ഭവനത്തിൽ വന്നു പിറന്ന കർത്താവായ യേശുവിന്റെ ജനനത്തിരുന്നാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ക്രിസ്തു വെളിച്ചത്തിലേക്ക് വരട്ടെ. ദൈവത്തിന്റെ മുഖം, അദൃശ്യനായ ദൈവത്തിന്റെ മുഖം ദൃശ്യമാക്കി കൊടുക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്തുമസും എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും ദൈവമായിട്ട് നന്ദി. ക്രിസ്മസിന്റെ മംഗളം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫുട്വെയറുകളുടെ കാര്യത്തിൽ ഇനി ഒരൊറ്റ ചോയ്സ്: ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്. പാരമ്പര്യത്തിനൊത്ത മഹിമയുമായി നീണ്ടോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.